നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇവർ ഈ സമയത്ത് ഇതെവിടെ പോയിട്ട് വരുന്നതാവും? ആതിര പ്രസവിക്കില്ല എന്ന് പറഞ്ഞതിന് ചെറിയൊരു തിരുത്തുണ്ട്. അവള് പ്രസവിക്കും, ജീവനില്ലാത്തൊരു കുഞ്ഞിനെ. നിത്യം തന്നെ ഇങ്ങനെ നോക്കുന്നേ. ഇതൊക്കെ എങ്ങനെ എന്നെ കൊണ്ട് സാധിക്കുന്നു എന്നാണോ? നിവർത്തികേടല്ലേ മോളെ മനുഷ്യനെ ഓരോന്ന് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. എന്റെ കൺമുന്നിലായിരുന്നു അവളെങ്കിൽ സാഹചര്യം കിട്ടുമ്പോ ഞാൻ തന്നെ അവളുടെ അടിവയറ്റിലിട്ട് ചവിട്ടി അത് കലക്കിയനെ. ഞാനിങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുമ്പോ നിത്യക്ക് ഭയം തോന്നുന്നുണ്ടാവുമല്ലേ? അത്രയ്ക്കുണ്ട് എനിക്ക് അവളോടും ആ ജനിക്കാൻ സാധ്യതയില്ലാത്ത കുരുന്നിനോടുള്ള അമർഷം. അതുകൊണ്ടാ നിന്നെ ഞാൻ ഈ ജോലി ഏൽപ്പിച്ചത്. സുഷമ മിടിക്കായിരുന്നു, പറയുന്ന കാര്യം അതേപടി ചെയ്യുമായിരുന്നു. നീയും അതുപോലെ ആവണം. ഗുണങ്ങൾ ഒരുപാടുണ്ടാവും നിനക്ക്. ഇതിലിത്ര ആലോചിക്കാൻ മാത്രം ഒന്നുമില്ല നിത്യ. നിന്നെ കൊണ്ടിതിന് സാധിക്കും. പിന്നെ ആതിരയ്ക്ക് കഴിക്കാൻ കൂടി എന്തെങ്കിലും വാങ്ങാമായിരുന്നു. ഞാൻ ചോദിച്ചതാ, അവക്കൊന്നും വേണ്ടാന്ന്. നിത്യ വന്നേ. ഒരു മിനിറ്റ്. എന്താ മാഷെ? അവിടെ അവന്തിക. എവിടെ? അവന്തിക ഇപ്പൊ അങ്ങോട്ട് പോയി. പിന്നെ ഈ രാത്രിയിലോ? അത് അവന്തികൊന്നും ആയിരിക്കില്ല. മാഷിനെ വേറെ ആരെങ്കിലും കണ്ടപ്പോ തോന്നിയതായിരിക്കും. അല്ല, ഞാൻ കണ്ടതാ. അത് അവന്തിക തന്നെ. ആ, അവന്തിയെങ്കി അവന്തിക, അതിനെന്താ? അവക്കിവിടെ വന്നൂടെ? മാഷ് നടക്കും മാഷേ. ഇങ്ങോട്ട് വാ. അതെ, ഉടനെ തന്നെ മാഷിന്റെ കണ്ണട മാറ്റണം. അതിന്റെ പവറൊക്കെ കുറഞ്ഞു. വന്നേ ഇങ്ങോട്ട് വാ. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ഇനി ഇവിടെ നിന്ന് ശരിയാവില്ല. പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. കാര്യം ഞാൻ ഏറ്റുപോയെങ്കിലും ശരിക്കും എനിക്കിപ്പോ പേടി തോന്നുന്നുണ്ട് മാഡം. നിത്യയുടെ ഭർത്താവ് മരിച്ചിട്ടിപ്പോ എത്ര വർഷമായി? എല്ലാം എനിക്കറിയാം. ഭർത്താവ് മരിച്ച ശേഷം മോളുമായിട്ട് ഇപ്പോഴും വാടക വീട്ടിലാ താമസം അല്ലേ? വാടകയും മോളുടെ ഫീസും വീട്ടു ചെലവും ഒക്കെ ആയിട്ട് ഇവിടുത്തെ ശമ്പളം തികയില്ലാന്ന് പരാതി പോലെ സുഷമയോട് പറഞ്ഞിരുന്നു അല്ലേ? 5 സെന്റ് സ്ഥലം, അതിലൊരു കൊച്ചു വീട്. ഇതല്ലേ നിത്യയുടെ ഏറ്റവും വലിയ ആഗ്രഹം? ഞാൻ ഏൽപ്പിച്ച ജോലി കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ 7 ദിവസം, 7 ദിവസത്തിനകം നിത്യയ്ക്ക് സ്വന്തമായിട്ടൊരു വീടുണ്ടാവും. അതാണ് ഈ ജോലിക്ക് നിത്യയ്ക്കുള്ള കൂലി. മോളോട് പറഞ്ഞേക്ക്, പുതിയ വീട്ടിലേക്ക് മാറുന്ന കാര്യവും ഈ അവന്തികാന്റിയുടെ അന്വേഷണവും. പോട്ടെ.
ഇവർ ഈ സമയത്ത് ഇതെവിടെ പോയിട്ട് വരുന്നതാവും? ആതിര പ്രസവിക്കില്ല എന്ന് പറഞ്ഞതിന് ചെറിയൊരു തിരുത്തുണ്ട്. അവള് പ്രസവിക്കും, ജീവനില്ലാത്തൊരു കുഞ്ഞിനെ. ശരിക്കും ഓക്കെ അല്ലേ? ഹലോ എടുത്തി. നീ എവിടെയാ സന്ദീപേ? ഹോസ്പിറ്റലിലുണ്ടോ? ആ ഉണ്ട്. എന്താ എടുത്തി? ആതിര എന്ത് ചെയ്യുവാ? ദേ ഇപ്പൊ പിടിച്ച് കിടത്തിയതേ ഉള്ളൂ. അവക്ക് വേറെ കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ? അവൾക്ക് എന്ത് കുഴപ്പം? എന്താ എടുത്തി? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏയ് പ്രശ്നമൊന്നുമില്ല. അവളോട് ധൈര്യമായിട്ടിരിക്കാൻ പറയണേ. ആ ഞാൻ രാവിലെ തന്നെ ഹോസ്പിറ്റലിൽ വന്നേക്കാം. ശരി എടുത്തി. സന്ദീപേ, അച്ചുചേച്ചി എന്താ പറഞ്ഞേ? തന്നോട് ധൈര്യമായിട്ടിരുന്നോളാം. എടുത്തി രാവിലെ ഇങ്ങോട്ട് വരാന്ന്. അതിന് എനിക്കെന്താ പ്രശ്നം? ടെൻഷൻ അത് തന്നെ. പ്രസവിക്കാൻ പോകുന്ന നിന്നെക്കാൾ ടെൻഷനാ എടുത്തിക്ക്. പാവം, സ്വന്തം കാര്യം പോലും മറന്ന നമുക്ക് വേണ്ടി പലതും ചെയ്യുന്നത്. തന്റെ ഏറ്റവും വലിയ ഭാഗ്യവും ആ ചേച്ചി തന്നെയാ. തന്റെ ചേച്ചിയായിട്ട് മാത്രമല്ലല്ലോ, ഭാര്യയായും മകളായും മരുമകളായും ഏട്ടത്തിയായും അനിയത്തിയായും ഒക്കെ എല്ലാവരുടെയും ഭാഗ്യം തന്നെ അർച്ചന എടുത്തി. അത് ഞാനും ഇടയ്ക്ക് ഓർക്കും. ചേച്ചി ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ ഒരിക്കലും ഒന്നിക്കില്ലായിരുന്നു. അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളാ ചേച്ചി നമുക്ക് വേണ്ടി ചെയ്തിരിക്കുന്നെ. ഇനി താൻ അതോർത്ത് വിഷമിക്കാതെ. നാളെയാണ് ഡോക്ടർ ഡേറ്റ് പറഞ്ഞിരിക്കുന്നത്, അറിയാലോ. ഡോക്ടർ പറയുന്ന പോലെ ആണെങ്കിൽ നാളെ ഈ സമയത്ത് ഇവിടെ നമ്മുടെ കുഞ്ഞുണ്ടാവും. നാളെ ഞാൻ അച്ഛനും താൻ അമ്മയാകുന്ന ദിവസം. നാളെ മുതൽ നമ്മൾ രണ്ടുപേരും ജീവിക്കുന്നത് നമ്മുടെ കുഞ്ഞിന് വേണ്ടിയായിരിക്കും. അതുകൊണ്ട് താനിന്ന് സമാധാനമായിട്ട് ഉറങ്ങിക്കോ. എത്ര ശ്രമിച്ചാലും എനിക്കൊന്നും ഉറങ്ങാൻ പറ്റില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.